ഒരു സിനിമയിലെ കഥാപാത്രം വില്ലനാണെങ്കിൽ അത് അഭിനയിക്കുന്ന നടനും സിനിമാ സെറ്റിൽ വില്ലനാവുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നടനെന്ന് പറയുമ്പോൾ അതുവരെ ആളുകളും കാണാത്തൊരു രൂപം ഈ നടൻ കാണിച്ചു തുടങ്ങി. ഡസ്റ്റിൻ ഹോഫ്മാൻ എന്ന് പറയുന്ന നടൻ, അതായത് റെയിൻമാൻ സിനിമയിൽ അഭിനയിച്ച നടൻ, ഈ പുള്ളിക്കാരൻ ഇത് യഥാർത്ഥത്തിൽ ചെയ്തു. നമുക്ക് കേട്ടു നോക്കാം. നമ്മൾ മെത്തേഡ് ആക്ടിങ് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ക്രൈമർ വേഴ്സസ് ക്രൈമർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡസ്റ്റിൻ ഹോഫ്മാൻ ചെയ്ത മെത്തേഡ് ആക്ടിങ് അത് കുറച്ച് അതിരുവിട്ട മെത്തേഡ് ആക്ടിങ് ആയിപ്പോയി. കാരണം ഒരു മനുഷ്യനെ ആൾക്കാർക്ക് ഇത്രത്തോളം വെറുക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് ഇയാൾ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. ക്രൈമർ വേഴ്സസ് ക്രൈമർ എന്ന് പറയുന്ന സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലീഗൽ ഡ്രാമയാണ്. അപ്പോൾ ലീഗൽ ഡ്രാമയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഹസ്ബൻഡിൻ്റെ റോള് ചെയ്യുന്നത് ഡസ്റ്റിൻ ഹോഫ്മാനും അതുപോലെ വൈഫിൻ്റെ റോള് ചെയ്യുന്നത് മെറിൽ സ്ട്രീപ്പുമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഡസ്റ്റിൻ ഹോഫ്മാൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും വർക്കിൽ ഫോക്കസ് ചെയ്ത് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരുത്തനായിരുന്നു. എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തൊരുത്തൻ. അപ്പോൾ സിനിമയിൽ അത്രത്തോളം തനിക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. ഡസ്റ്റിൻ ഹോഫ്മാൻ ആ സിനിമയിൽ അത്രത്തോളം നാച്ചുറലായിട്ട് ആ രീതിക്ക് അഭിനയിക്കാൻ പറ്റണമെന്നുള്ളത് കൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ, സിനിമയുടെ ഷോട്ട് കട്ട് ചെയ്താൽ പോലും ഈ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാതെ പെരുമാറി തുടങ്ങി. അതായത് ആളുകളെയൊക്കെ നിർത്തി അപമാനിച്ചു തുടങ്ങി. ആളുകളുടെ അടുത്തെല്ലാം നല്ലതുപോലെ ചൂടായി തുടങ്ങി. അതായത് ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഡസ്റ്റിൻ ഹോഫ്മാൻ ആ സെറ്റിൽ ഡാ ചായ എടുത്തോണ്ടോടാ എന്ന് പറഞ്ഞു തുടങ്ങി. ആ രീതിക്ക് ഇയാളുടെ സ്വഭാവം മാറി. ഇതൊക്കെ പോട്ടെ, മെറിൽ സ്ട്രീപ്പ് എന്ന് പറയുന്ന നടി തൻ്റെ കൂടെ അഭിനയിക്കുന്ന നടിയെ ചില സന്ദർഭങ്ങളിൽ അടിക്ക വരെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിനു പുറമെ മെറിൽ സ്ട്രീപ്പിൻ്റെ മരിച്ചുപോയ ബോയ്ഫ്രണ്ട്, അതായത് ആ സമയത്തെന്തോ മരിച്ചുപോയ ബോയ്ഫ്രണ്ടിനെ കളിയാക്കുക വരെ ചെയ്തു. ഇതിനൊക്കെ പുറമെ ഈ സെറ്റിൽ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അത്ര ആളുകളെയും ഡസ്റ്റിൻ ഹോഫ്മാൻ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. രണ്ടെണ്ണം പൊട്ടിക്കേണ്ട കുറവുണ്ടെന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഇതെല്ലാം പുള്ളിക്കാരൻ ചെയ്തു. എന്നാൽ ഇതിനെക്കാട്ടിയും അതിരുവിട്ടൊരു പരിപാടി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ സിനിമയിലുള്ള കഥാപാത്രത്തിൻ്റെ അതേ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് റിയൽ ലൈഫിൽ തൻ്റെ സെറ്റിലിരിക്കുന്ന ആളുകളുടെ, തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിലുള്ള അവരുടെ ഇമോഷണൽ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കി അത് വെച്ച് അവരെ ടോർച്ചർ ചെയ്തു. സിനിമയിലെ കഥാപാത്രം ചെയ്യുന്നത് പോലെ ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരു പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയിൽ ഇയാളുടെ 7 വയസ്സുള്ളൊരു മകനായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട്. ഈ പയ്യനെ ഈ സെറ്റിൽ വെച്ച് ഇങ്ങനെ കരയിപ്പിച്ച് എന്താ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും ഈ സിനിമാ സെറ്റിലുള്ള നിന്റെ സുഹൃത്തുക്കൾ അത്രയും ഞാൻ കണ്ടുപിടിച്ചിട്ട് അവന്മാരൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ പുള്ളി പറഞ്ഞു തുടങ്ങി. ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഡസ്റ്റിൻ ഹോഫ്മാൻ ഒരുപക്ഷെ കുറച്ചെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും. കാരണം ഒരു സിനിമയുടെ മെത്തേഡ് ആക്ടിങ്ങിന് വേണ്ടി ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.